വാർത്തകൾ വിശദമായി. എറണാകുളം കോതമംഗലം വടാട്ടുപാറ പലവൻവടി പുഴയിൽ 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. മാർ ബസേലിയസ് കോളേജ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് വിദ്യാർത്ഥികൾ പുഴയിൽ കുളിക്കാനെത്തിയത്. ഡാമിലെ വൈദ്യുതോൽപാദനത്തിന് ശേഷം വെള്ളം തുറന്നു വിടുന്നതിനാൽ വേനൽക്കാലത്തും ശക്തമായ ഒഴുക്കുണ്ടാകുമെന്ന് നാട്ടുകാർ പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണത്തിലേക്കാണ് ഇനി ദൃശ്യങ്ങളിലേക്ക്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടമ്പൽ പഞ്ചായത്ത് വടാട്ടുപാറയിലെ പലവമ്പടി ഭാഗത്താണ്. ഇത് പലവമ്പുഴ എന്നറിയപ്പെടും. ടൂറിസ്റ്റ് മേഖലയാണ്. അത്യാവശ്യം ടൂറിസ്റ്റിൽപ്പെട്ട ആളുകളൊക്കെ നിരന്തരം അവധി ദിവസങ്ങളിൽ വരുന്ന മേഖലയാണ്. ഇപ്പൊ അവിടെ ഇന്ന് മരിച്ച 3 കുട്ടികൾ ഉൾപ്പെടെ 20 കുട്ടികളായി ഇപ്പൊ അവിടെ മരണം സംഭവിക്കുന്നു. അപ്പൊ നിരവധി ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ആഴമുള്ള മേഖലയാണ്, മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്, അപകട മേഖലയാണെന്നൊക്കെ പറഞ്ഞാലും ഈ കുട്ടികൾ പുറത്തു വരുന്ന കുട്ടികൾ അതൊക്കെ കമ്പിവേലി വലിച്ചു കെട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും അത് മറികടന്ന് വന്ന് വെള്ളത്തിൽ ചടന്നാണ്. ഇപ്പൊ അവിടെ ഒരു കുട്ടിയാണ്, ആദ്യം വന്ന ഒരു കുട്ടിയാണ് അത് വെള്ളത്തിലേക്ക് പോയത്. മണൽപ്പുഴയാണ്, മണൽപ്പുഴ എന്ന് പറയും. ഈ മണലിൽ വന്ന് ചവിട്ടി താഴ്ന്നു പൊങ്കാറ്. അപ്പൊ ഒരു കുട്ടി പോണത് കണ്ടിട്ട് മറ്റേ കൂടെ ഉണ്ടായിരുന്ന 2 കുട്ടികൾ കയറി പിടിക്കാൻ ശ്രമിച്ചാണ് 3 പേര് അങ്ങനെ പോയത്. ഒരു 9 പേരാണ് കോതമംഗലത്ത് ബസേലിയസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്, BDS വിദ്യാർത്ഥികളാണ്. അവരാണ് ഇന്ന് അവിടെ രാവിലെ അവിടെ വന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും വരുന്നവർ അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. നിരവധി അപകടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള മേഖല കൂടിയാണ്. ഇത് 9 വിദ്യാർത്ഥികളാണ് ഇവരോടത്ത് വന്നിട്ടുള്ളത്. സംഘം ചേർന്ന് വന്നിട്ടുള്ളത് 9 പേരായിരുന്നു. പക്ഷേ 3 വിദ്യാർത്ഥികളാണ് വെള്ളത്തിൽ പോയിട്ടുള്ളത്. ബാക്കി 6 വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട്. ബാക്കി സ്ഥലത്തുനിന്ന് ഇപ്പൊ എല്ലാവരും പോയി. ഇപ്പൊ കോതമംഗലം ബസേലിയസ് ഹോസ്പിറ്റലിലേക്കാണ് അവരെ കൊണ്ടുപോയിട്ടുള്ളത്. അവരുടെ ബോഡി ബസേലിയസ് ഹോസ്പിറ്റലിലെ മോർച്ചറിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പോലീസ് അതിന്റെ നടപടിക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ ഇൻക്വസ്റ്റ് നടത്തി മുന്നോട്ട് പോകാനുള്ള നടപടിക്രമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ബാക്കി എല്ലാവരും കൂടെയുള്ള കുട്ടികളൊക്കെ ഭയമൊക്കെ ഉണ്ട്, പേടിച്ചിട്ടൊക്കെ ആണെങ്കിൽ പോലും സുരക്ഷിതമായിട്ടിരിക്കുക. ഇത് ഫോറസ്റ്റിന്റെ അധീനതയിൽപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ അതുമായി ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്തിന്റെയും ഫോറസ്റ്റിന്റെയും എല്ലാം നിരവധി മുന്നറിയിപ്പുള്ള ബോർഡുകളൊക്കെ ഉണ്ട്. കമ്പിവേലി വലിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഒരു അവധി ദിവസങ്ങളിൽ ഒരു ഗാർഡനെ വെക്കുകയാണെങ്കിൽ അത് ഉപകാരപ്രദമായിരിക്കും. ആളുകൾ നാട്ടിലുള്ള അവിടെ സ്ഥലത്തുള്ള നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ നിരന്തരം അവിടെ വന്ന് കുളിക്കുകയും പോവുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അവരൊന്നും പറഞ്ഞാൽ പോലും പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ അത് കേൾക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ടൂറിസ്റ്റുകൾക്ക് ഒരു പ്രത്യേക പരിഗണന ഉണ്ട് എന്നുള്ളത് അത് മുതലെടുത്തുകൊണ്ടാണ് അങ്ങനെ മുന്നോട്ട് പോവുക. പക്ഷേ അത് ഫോറസ്റ്റ് അധികാരികളെ ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു അവധി ദിവസങ്ങളിൽ ഒരു ഗാർഡായിട്ട് നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടൽ നമ്മൾ നടത്തും. അപ്പൊ വൈദ്യുതി എടഞ്ഞാറ് ഡാമിനോട് ചേർന്നുള്ള സ്ഥലമാണ്. എടഞ്ഞാറിൽ വൈദ്യുതി ഉൽപ്പാദിക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ഒഴുക്കി വിടുന്ന മേഖലയാണ്. അവിടെ ഭയങ്കര ആഴമുള്ള ഒരു മേഖല കൂടിയാണ്. അടിയൊഴുക്ക് സാധാരണ ഉണ്ട്. പക്ഷെ അത് കൂടുതൽ മണൽത്തിട്ടുകളാണ്, മണലാണ്. അപ്പൊ ഈ മണലിൽ ചവിട്ടി താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ എല്ലാ മരണത്തിന്റെയും കാരണം. അത് കാണുമ്പോൾ അതൊരു വളരെ ഭംഗിയും ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള മേഖല കൂടിയാണ്. പക്ഷെ അത് ഭയങ്കര അപകടത്തിലേക്ക് എത്തുമെന്ന് പുറത്തുനിന്ന് വരുന്നവർക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ നാട്ടിലുള്ളവർക്ക് അതിനെ കുറിച്ച് അറിയാം. അതുകൊണ്ട് നാട്ടുകാർ കൂടുതൽ അത് അപകടം സംഭവിക്കാറില്ല. വിവരങ്ങളുമായി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം പ്രകാരം അവിടെ അടിയൊഴുക്കുമുണ്ട്, അതേസമയം തന്നെ മണൽത്തിട്ടയാണെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ അപകട സാധ്യത മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും അവിടെ ആളുകൾ ഇറങ്ങുന്നുണ്ട് എന്നതും നമുക്ക് ലഭിക്കുന്ന വിവരമാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അത്തരത്തിലാണ്. വനത്തോട് ചേർന്നുള്ള ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ അപകടമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ പുറത്തറിയാൻ വൈകുന്നതും ഈ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിൽ ഒരു പ്രതിസന്ധിയായി രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കോതമംഗലം പുഴയിലാണ് ഇന്ന് ഉച്ചയോടെ അപകടമുണ്ടായത്. ഈ അപകടത്തിൽ 3 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ബിയോൺ തിരുവല്ല സ്വദേശിയാണ്, ഹരീഷ് തിരുവനന്തപുരം സ്വദേശി, അതുൽ കോട്ടയം സ്വദേശി. ഈ 3 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ഇവർ ഇന്ന് അവധി ദിവസമായതിനാൽ തന്നെ 9 പേരടങ്ങുന്ന സംഘമാണ് ഈ പുഴയിൽ കുളിക്കാനെത്തിയത്. അതിനുശേഷമായിരുന്നു ഈ 3 പേർ ഒഴുക്കിൽപ്പെട്ട് ദാരുണമായി തന്നെ മരണപ്പെട്ടിരിക്കുന്നത്. ഈ വിവരം അറിഞ്ഞതിന് പിന്നാലെ തന്നെ അവിടെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധർ അടക്കമുള്ളവർ എത്തി അവിടെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവർ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അല്പസമയം മുൻപ് ഈ മെമ്പർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ മുന്നറിയിപ്പ് ബോർഡുകളുണ്ട്. അതോടൊപ്പം തന്നെ മുൻപും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ മുന്നറിയിപ്പ് ബോർഡ് ഉൾപ്പെടെ അവിടെ സ്ഥാപിച്ചെങ്കിലും ഇത്തരത്തിൽ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ മറ്റു യുവാക്കളെല്ലാം നിരന്തരം അവിടെ കുളിക്കാനെത്തുന്നതെല്ലാം പതിവാണ്. അങ്ങനെ കുളിക്കാനെത്തിയപ്പോൾ അവധി ദിനത്തിൽ കുളിക്കാനെത്തിയപ്പോഴായിരുന്നു ഇത്രയും ഒരു അപകടം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഇടമലയാറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചൂടുകാലമായതിനാൽ തന്നെ ആ പ്രദേശങ്ങളിലെല്ലാം വെള്ളം തുറന്നുവിടുന്നതും കുറവായതുകൊണ്ടാണ് ഇവിടെ ജലനിരപ്പും കൂടുതലുണ്ടായിരുന്നു. എന്തായാലും ഈ 3 വിദ്യാർത്ഥികളാണ്, ദന്തൽ വിദ്യാർത്ഥികളാണ് ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്.
ശരി, വ്യക്തമാണ്. എറണാകുളം കോതമംഗലത്താണ് ഇത്തരത്തിൽ 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചിരിക്കുന്നത്. മാർ ബസേലിയസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് പുഴയിൽ കുളിക്കാനെത്തിയ വിദ്യാർത്ഥികൾ ഡാമിലെ വൈദ്യുതോൽപാദനത്തിന് ശേഷം വെള്ളം തുറന്നു വിടുന്നതുകൊണ്ട് വലിയ രീതിയിൽ ഒഴുക്കാണ്. ഈ ഒഴുക്കിൽപ്പെട്ടാണ് ഇത്തരത്തിൽ 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു എന്നൊരു വിവരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ വേനൽക്കാലത്തും ശക്തമായ ഒഴുക്കുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടും ഇപ്പോഴും അവിടെ കുളിക്കാനൊക്കെ ഇറങ്ങുന്നവർ കൂടുതലാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. പരിചയസമ്പന്നരായ അവർ ഇറങ്ങുമ്പോൾ ഇതിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നുവെന്നും ഇതിനു മുൻപും സമാനമായ അപകടങ്ങൾ ഈ ഒരു പ്രദേശത്ത് ഉണ്ടായതായിട്ടും ഇപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും വേനൽമഴയൊക്കെ ശക്തമാകുകയാണ്. ആളുകളൊക്കെ പുഴയിൽ ഇറങ്ങുന്നവരൊക്കെ വളരെയധികം ജാഗ്രതയും പാലിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീജിത്താണ്.